ഹായ് എല്ലാവർക്കും ലേഖാസ് കിച്ചൻ വേളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് നമ്മൾ കറിയുടെ ഒറ്റ വീഡിയോ ഇട്ടിട്ടില്ല. നമ്മൾ ട്രാവലിംഗ് ആവുന്നു. ആ ട്രാവലിങ്ങിൻ്റെ വീഡിയോസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കണ്ടോളോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളോ, സപ്പോർട്ട് ചെയ്താലാണ് ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നമ്മൾ പെപ്പർ ചിക്കനാണ് ഇന്ന് വെക്കണത്. അപ്പോൾ അതിനായിട്ട് 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഇപ്പോൾ 3 ചെറിയ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇതേപോലെ നടു കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 10-20 ഉണ്ടാവുള്ളൂ. പിന്നെ 6 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണേ. അപ്പൊ നിങ്ങൾക്കത് എങ്ങനെ വേണേലും ഒന്നിങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കാം, അതല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ആ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ട് നടു പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ സാധനങ്ങൾ. പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളാണ്, അത് ഞാൻ പിന്നീട് പറയാട്ടോ. അതായത് നമ്മുടെ കറിയൊക്കെ ശരിയാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചൂടായിട്ടുണ്ട്. കാരണം അതിൽ പുക വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം നന്നായി ചൂടായിരിക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകമൊക്കെ നന്നായി പൊട്ടി കഴിഞ്ഞു. അതിലേക്ക് നമ്മളിത് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇടുമ്പോൾ കാണാം ഇത് നീളത്തിന് തന്നെയാണ് അരിഞ്ഞേക്കണത് കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വാടിയിട്ടുള്ളൂ കേട്ടോ, വാടിയാൽ മതി. അതിലേക്ക് നമുക്ക് സബോളയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഉള്ളി എപ്പോഴും ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നമ്മുടെ കറികൾക്ക് ഒരു പ്രത്യേക മണമാണ്. അപ്പൊ അതുകൊണ്ടാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. സബോളയും ഉള്ളിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് നമുക്ക് വാടി കിട്ടാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും എന്റെ പറയാറുണ്ട് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കാറ്. അപ്പൊ കല്ലുപ്പ് ഇട്ട് കൊടുക്കും. നമുക്കിത് സബോളയൊക്കെ കുറേശ്ശെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് എല്ലാ പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ കരിഞ്ഞു പോവില്ല. അപ്പം ഇളക്കി കൊടുക്കുമ്പോൾ അത് നന്നായി എല്ലായിടത്തും ഈ സബോളയ്ക്കൊക്കെ ഉപ്പൊക്കെ നന്നായി പിടിച്ചു കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. സബോളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാരണം ഇത് പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച കുരുമുളക് പൊടിയാണ്, അത് 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. എന്നാലാണ് നമ്മുടെ കറിക്ക് ഒരു എരിവുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ 2 ടീസ്പൂണോളം കുരുമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാതും പൊടികളുടെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണക്ക് മാറി നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ തക്കാളി നല്ല പോലെ വാടി എണ്ണ തെളിഞ്ഞ് വരുന്ന വരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. അതായത് തക്കാളി നല്ല പോലെ വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കിത് നമ്മുടെ പൊടികളൊക്കെ ആയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലകളൊക്കെ ആയിട്ട് ചിക്കൻ നന്നായി കൂട്ടി പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റോളം വെറുതെ ഒന്ന് മൂടി വയ്ക്കും. ഇപ്പോൾ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കണില്ല. ഒന്ന് മൂടി വെച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. തുറന്ന് വെള്ളം ഒഴിക്കാം. 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറക്കാം. അപ്പൊ ചിക്കനിൽ നമുക്കിതേ കാണുമ്പോൾ അറിയാം കുറച്ചേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട്. പക്ഷെ നമ്മുടെ കറിക്ക് വെള്ളം പോരായാണ്, ഞങ്ങൾക്ക് ഒത്തിരി ചാറ് വേണം. പിന്നെ ഈ ചാറ് വേണ്ടാത്തവർക്ക് ഇത് ആവിയിലിട്ടിട്ട് ചിക്കനത്തെ വെള്ളം കൊണ്ട് മാത്രം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഞാൻ 1/2 ഗ്ലാസോളം, 1 ഗ്ലാസ്സാണ് വെള്ളം എടുത്തേക്കുന്നത്, പക്ഷെ 1/2 ഗ്ലാസ്സാണ് ഒഴിക്കണുള്ളൂ കേട്ടോ. അപ്പൊ അതെ നിങ്ങൾക്കറിയാം, കാണുമ്പോൾ അറിയാം. 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് ചിക്കനൊക്കെ തുറന്നു നോക്കിയിട്ട് അതിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. അത്യാവശ്യം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച കാരണം അതിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കണ വീഡിയോഗ്രാഫറെ കൊണ്ട് ഉപ്പൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം.
അപ്പൊ അതെ നമ്മള് ചിക്കനിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കി, ഉപ്പൊക്കെ ഉണ്ട്, ചിക്കനും വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചാറൊന്ന് കുറുകാനാണ് നമ്മൾ നിൽക്കണത്. എന്നാലും ഞാൻ 2 മിനിറ്റും കൂടി നമ്മള് വീണ്ടും മൂടി വയ്ക്കുന്നിട്ടാകും. അപ്പൊ നന്നായി ഒന്നും കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കറിയൊക്കെ നന്നായി കുറുകുമെന്നൊക്കെ നോക്കട്ടെ. ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് തീ നന്നായി നമുക്ക് കുറച്ചിടാം. അതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ചും കൂടി നെരുവിനും ഒരു മണത്തിനും വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഒന്നും കൂടി വെറുതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീയൊക്കെ നമുക്ക് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ തീയൊക്കെ ഓഫാക്കിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലേക്ക് മെതറി കൊടുക്കാം. അപ്പൊ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.